ഓൺ ട്രയാങ്കിൾസ്, ത്രികോണങ്ങളിലെ സൂചക സംഖ്യകൾ. ട്രയാങ്കിൾസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് റെക്ടാങ്കിൾസിന്റെ പോലെ അത്ര എളുപ്പമല്ല. കാരണം ട്രയാങ്കിൾസിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, സോ രണ്ട് വേർട്ടീസസിന്റെ ഷേപ്പ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാരണം അത് എക്സ് ആക്സിസിനോ വൈ ആക്സിസിനോ പാരലൽ ആയിട്ടാണ് വരിക. പക്ഷെ മൂന്നാമത്തത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ട്രിഗ്നോമെട്രിയിലൊക്കെ പഠിച്ച ചില കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എങ്ങനെയാ ചെയ്യുക എന്ന് നോക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 133. Draw an isosceles triangle of base 3 cm and height 4 cm in coordinate plane. പാദം 3 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമായ ഒരു സമപാർശ്വ ത്രികോണം സൂചക സംഖ്യാ തലത്തിൽ വരയ്ക്കുക. ഓൾസോ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വേർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ എന്തൊക്കെയാണ്? സോ നമുക്കിത് കോർഡിനേറ്റ് പ്ലെയിനിൽ വരയ്ക്കണം. സോ നമുക്ക് ആദ്യം എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കാം. ഓക്കെ, സോ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. പേര് കൊടുക്കാം എക്സ്, എക്സ് ഡാഷ് എക്സ്, വൈ, വൈ ഡാഷ്. ഇത് ഒറിജിൻ. ഇനി 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 4 5 അങ്ങനെ. നെഗറ്റീവ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് വൈ ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് വൈ ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്ക് വരയ്ക്കേണ്ടത് ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്. ബേസിന്റെ ലെങ്ത് 3 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. സോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഒറിജിൻ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വരയ്ക്കും. ഓക്കെ, സോ ഒറിജിൻ ഇവിടെ 0 ആണ്. ടോട്ടൽ ലെങ്ത് 3 സെന്റിമീറ്റർ വരണമെങ്കിൽ നടുക്ക് നിന്ന് 1.5 സെന്റിമീറ്റർ റൈറ്റ് സൈഡിലേക്കും 1.5 സെന്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്യാം. സോ 1ന്റെയും 2ന്റെയും ഇടയ്ക്കാണ് 1.5, -1ന്റെയും -2ന്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ ഒരു 1.5 പോർഷൻ. സോ ആ രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ബേസ് വരയ്ക്കാം. ഇത് ബേസ്, ബേസ് ഓഫ് ട്രയാങ്കിൾ. ഇനി ട്രയാങ്കിളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. സോ വൈ ആക്സിസിൽ 4 യൂണിറ്റ്സ് മുകളിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ട്രയാങ്കിൾ പൂർത്തിയാക്കാം. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ. നമുക്ക് ഏത് രീതിയിലും വരയ്ക്കാം, 3 സെന്റിമീറ്റർ എടുത്ത് ഏത് രീതിയിലും വരയ്ക്കാം. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ഒറിജിനെ ബേസിന്റെ മിഡ് പോയിന്റ് ആയിട്ട് എടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ നമുക്കിവിടെ 3 വേർട്ടീസസ് കിട്ടി. ഈ വേർട്ടെക്സിന് എ എന്നും ഈ വേർട്ടെക്സിന് ബി എന്നും മുകളിലത്തെ വേർട്ടെക്സിന് സി എന്നും പേര് കൊടുത്താൽ നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. ഓക്കെ, വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എ? This point is on x axis. So y coordinate എന്താണ്? 0 ആണ്. x coordinate x axis ഏത് പോയിന്റ് ആണ്? -1.5 ആണ്. -1.5. നമുക്ക് കാണാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോർഡിനേറ്റ്സ് എപ്പോഴും ഓൾ നമ്പേഴ്സ് ആവണം എന്നില്ല. കോർഡിനേറ്റ്സ് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ഓക്കെ, സോ -1.5, 0 ആണ് എന്റെ കോർഡിനേറ്റ്സ്. വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി? ഈ പോയിന്റ് 1.5 ആണ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. സോ വൈ കോർഡിനേറ്റ് ഇസ് 0. അപ്പോൾ 1.50 എന്ന് വരും. Now what are the coordinates of C? C is a point on y axis. അപ്പോൾ 0, x coordinate 0 ആയിരിക്കും, y coordinate ഇവിടെയുള്ള പോയിന്റ് 4. So we have drawn the isosceles triangle of base 3 cm and height 4 cm
and we have written the coordinates of the vertices of triangle A minus 1.50, B 1.50 and C 0.4. SSLC model 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Draw the coordinate axis and mark the point 40. Draw an isosceles right angled triangle with this point as one of its vertices. സൂചകാക്ഷങ്ങൾ വരച്ച് 4,0 എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദു ഒരു മൂലയായ സമപാർശ്വ മട്ട ത്രികോണം വരയ്ക്കുക. സോ നമുക്ക് ആദ്യം കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം. X and Y axis. X is horizontal axis, Y is vertical axis. Okay. Y dash, X dash, X origin. 1 centimeter distance points mark ചെയ്യാം. One, 2, 3, 4, 5. നെഗറ്റീവ് എക്സ് ആക്സിസിൽ -1, -2, -3, -4 അങ്ങനെ. ഇനി പോസിറ്റീവ് വൈ ആക്സിസിൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 1, 2, 3, 4. നെഗറ്റീവ് വൈ ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ് കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാൻ പറഞ്ഞു. അതിനൊരു മാർക്ക് ഉണ്ടാവും. ഈ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു മാർക്ക് അവിടെ കിട്ടും. നൗ നെക്സ്റ്റ് വി മാർക്ക് ദ പോയിന്റ് 40. 40 എന്ന ബിന്ദു അടയാളപ്പെടുത്തണം. സോ എക്സ് കോർഡിനേറ്റ് ആണ് 4, വൈ കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് എവിടെ ഉണ്ടാവും? എക്സ് ആക്സിസിൽ ഉണ്ടാവും. എക്സ് ആക്സിസിൽ 4 എവിടെയാണ്? ഇവിടെയാണ് എക്സ് ആക്സിസിൽ 4 ഉള്ളത്. സോ ദിസ് ഇസ് ദ പോയിന്റ് 40. സോ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഒരു വെർട്ടെക്സ് ആക്കിയിട്ട് ഒരു ഐസോസെൽസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കണം. ഐസോസെൽസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി ആയിരിക്കണം, ഐസോസെൽസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ ഒറിജിൻ കണക്ട് ചെയ്ത് തന്നെ ചെയ്യുക, വേറെ രീതിയിലേക്ക് ചിന്തിക്കേണ്ട. ഒറിജിൻ കണക്ട് ചെയ്യുമ്പോൾ ഒരു വേർട്ടെക്സ് ഒറിജിൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ സൈഡാണ്, ഇത് മറ്റേ പെർപെൻഡിക്കുലർ സൈഡാണ്. സോ ഇങ്ങോട്ടേക്ക് 4 യൂണിറ്റ്സ് ആണ് ഡിസ്റ്റൻസ്. ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ 2 സൈഡ് ഈക്വൽ ആയിരിക്കണം. സോ ആ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് നമ്മൾ ഈക്വൽ ആക്കുക. ഓക്കെ, സോ ഇത് 4 യൂണിറ്റ് ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ സൈഡും എന്താക്കണം? 4 യൂണിറ്റ് തന്നെ വരുത്തണം. അതായത് മൂന്നാമത്തെ വേർട്ടെക്സ് ഇവിടെ കൊടുക്കണം. എന്നിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. ഇതാണ് 90 ഡിഗ്രി. ഇത് 4 യൂണിറ്റ്, ഇത് 4 യൂണിറ്റ്. സോ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതൊരു ഐസോസെൽസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, വളരെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് കാണാം ഇത് 40 ആണ്, ഇത് 04 ആണ്. ഒറിജിനിൽ നിന്ന് ഇത് മൂന്നാമത്തെ വെർട്ടെക്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് 4 യൂണിറ്റ് ആണ്, ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ലെങ്ത് 4 യൂണിറ്റ് ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ ലെങ്ത് സെയിം ആണ്, 90 ഡിഗ്രി ആണ്, perpendicular ആണ്. So this angle is 90 degree. So this is a right angle triangle. Since 2 sides are equal, this is an isosceles right angle triangle. പേര് കൊടുക്കാം. A ഇതിന് ഒറിജിൻ ആയതുകൊണ്ട് O തന്നെ കൊടുക്കാം. ഇത് B. So triangle AOB is the isosceles right angled triangle. ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഐസോസെൽസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒറിജിൻ തന്നെ എടുക്കണം നിർബന്ധമില്ല. ഈ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ ഇതൊരു വെർട്ടെക്സ് ആയി വരുന്ന വിധത്തിൽ ഒരു ഐസോസെൽസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. സോ അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഒറിജിനായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടും.
അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. SSLC 2020 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് A -30, B 30 ആൻഡ് C 0,3√3. സൂചകാക്ഷങ്ങൾ വരച്ച് A -30, B 30, C 0,3√3 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഇവിടെ ഒരു കോർഡിനേറ്റ് ആക്സിസ് വരച്ച് 3 പോയിന്റ്സ് മാർക്ക് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് എന്തുകൊണ്ട് ട്രയാങ്കിളിന്റെ ഗ്രൂപ്പിൽ പെടുത്തിയത്? കാരണമുണ്ട്. 3 വെർട്ടീസസ് വന്നിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിലൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ 2 പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. A -30യും B 30യും നമുക്ക് സുഖമായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ C 0,3√3 ഇങ്ങനെ ഒരു √3യോ √2 ഒക്കെ വെച്ച് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ട്രയാങ്കിളുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം. നാല് ഭാഗത്തും ആരോ മാർക്ക് ഇടാൻ മറക്കരുത്. പേര് കൊടുക്കുക, കറക്റ്റ് പേര് കൊടുക്കുക. X', X, Y, Y', ഒറിജിൻ മാർക്ക് ചെയ്യുക. 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ X ആക്സിസിലും Y ആക്സിസിലും പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് എക്സ് ആക്സിൽ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4. നെഗറ്റീവ് എക്സ് ആക്സിസ് നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3, -4. അങ്ങനെ ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3, 4, 5. അങ്ങനെ -1, -2, -3, -4 അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്ന 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് A -30. സോ Y കോർഡിനേറ്റ് 0 ആണ്. ഈ പോയിന്റ് X ആക്സിസിൽ ഉണ്ടാവും. X ആക്സിസിൽ -3 ഇവിടെയാണ്. സോ ദിസ് പോയിന്റ് ഇസ് A -30. ഓക്കെ, ഈ നെക്സ്റ്റ് പോയിന്റ് B 30 ആണ്. ഓക്കെ, സോ 30, ദിസ് പോയിന്റ് ഈസ് ഓൺ X ആക്സിസ് ബിക്കോസ് Y കോർഡിനേറ്റ് ഇസ് 0. സോ ഈ പോയിന്റ് ആണ് B 30. സോ 2 പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. സോ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് കൂടെ പ്ലോട്ട് ചെയ്യും. മാർക്ക് ചെയ്യാൻ മാത്രം മതി. ഇത് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കോ ഒന്നും വേണ്ട. സോ നമുക്കറിയാം തേർഡ് പോയിന്റ് C 0,3√3 Y ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് അതിന്റെ X കോർഡിനേറ്റ് 0 ആണ്. സോ Y ആക്സിസിൽ വേണം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 × √3 എത്രയാണെന്നൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സൈഡ് ഒരു ട്രയാങ്കിളിന്റെ സൈഡായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഭാഗവും എടുക്കുക. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. നോക്കിക്കോളൂ, ഇതാണ് ഒറിജിൻ. ഇത് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ് B. ഇതാണ് നമ്മുടെ C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബിയിൽ നിന്ന് എത്ര ദൂരത്താണ് C എന്ന് നമുക്ക് നോക്കിയാൽ മതി. അതനുസരിച്ച് നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, ഇനി OBയുടെ നീളം എത്രയാണ്? ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ്സ് ആണ് മാറിയിരിക്കുന്നത്. സോ OB 3 ആണ്. C നമുക്ക് എത്രയാണ്? അതിന്റെ പൊസിഷൻ അറിയാത്തുള്ളൂ. ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് എത്ര പോയിന്റ് മാറ്റണം എന്ന് നമുക്കറിയാം. എത്ര മാറ്റണം? 3√3 വേണം മാറ്റാൻ. അങ്ങനെയാണെങ്കിൽ BCയുടെ ലെങ്ത് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു സൈഡ് √3ന്റെ മൾട്ടിപ്ലൈറ്റ് വരണമെങ്കിൽ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് 30, 60, 90 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 30യുടെ അതിന്റെ റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ 1:√3:2 ആണ്. ഓക്കെ, 60ക്ക് ഓപ്പോസിറ്റ് ആണ് √3 വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 60 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എന്തായാലും എന്തായിരിക്കണം?
30 ആയിരിക്കണം. ഇത് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് 3√3 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 3 ആണ്. അതായത് 1 3 ആയി, √3 3√3 ആയി. അത് രണ്ടും കിട്ടിയത് ഈ രണ്ട് നമ്പേഴ്സിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പോൾ 2വിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത് 6 ആണ്. സോ നമുക്കിനി ബിയിൽ നിന്ന് സിയിലോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ ബിയിൽ നിന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലോട്ട് 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചാൽ മതി. അത് എവിടെയാണോ മുട്ടുക ആ പോയിന്റ് ആയിരിക്കും സിയുടെ പോയിന്റ്. സോ ഇതായിരിക്കും സിയുടെ പൊസിഷൻ. അപ്പൊ നിങ്ങൾ കാണാം, സി എന്ന് പറയുന്നത് 5നും 6നും ഇടയ്ക്കാണ്. ഇവിടെ നമ്മൾ കാണുന്ന നമ്പർ എന്താ? 3√3 ആണ്. 3√3 5നും 6നും ഇടയ്ക്കുള്ള നമ്പർ ആണോ? ചെക്ക് ചെയ്ത് നോക്ക്. 3√3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 × √3 ആണ്. √3യുടെ വാല്യൂ 1.73 ആണ്. 1.73നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5.19 എന്നാണ് കിട്ടുക. അതായത് 3√3 is a number between 5 and 6. 5നും 6നും ഇടയ്ക്കുള്ള നമ്പറാണ്. 5നോടാണ് അടുത്ത് കിടക്കുന്നത്. സോ ഈ രീതിയിലാണ് നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് ഡോട്ടഡ് ലൈനിൽ വരച്ചാലും മതി. എക്സാമിന് എഴുതുമ്പം സി മാർക്ക് ചെയ്യുക. സി 0,3√3. ഇനി വേറൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിളിലേക്കൊക്കെ കണക്ട് ചെയ്ത് 30, 60, 90 ഒരു ട്രയാങ്കിൾ എടുത്ത് ഈ റേഷ്യോ ഉപയോഗിച്ച് ചെയ്യണമെന്ന് ഉള്ള ആ ഒരു ചിന്ത പോയിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു √3ന്റെയോ √2ന്റെയൊക്കെ വാല്യൂ തരുവാണെങ്കിൽ √3 1.73 ആണ്, √2 ആണെങ്കിൽ 1.41 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം ഈ നമ്പർ കണ്ടുപിടിക്കും, 5.19. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 5ന്റെ മുകളിലാണ് 6ന്റെ താഴെയാണ് എന്ന രീതിയിൽ ഒരു ഏകദേശം സ്ഥാനം കണ്ടെത്താൻ കഴിയും. അപ്പൊ എക്സാമിനൊക്കെ ഇത് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതെ ആ രീതിയിൽ ആൻസർ ചെയ്താലും മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതെ നോക്കാം. പക്ഷെ സത്യത്തിൽ അതിന്റെ എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഇനി ഈ രീതിയിൽ ചിന്ത പോയിട്ടില്ലെങ്കിൽ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഏതാണോ കിട്ടുക നോക്കുക. ഡെസിമൽ നമ്പർ ആയിരിക്കും കിട്ടുക. അത് ഏകദേശം സ്ഥാനം മാർക്ക് ചെയ്യുക, മാർക്ക് നഷ്ടപ്പെടില്ല. Textbook exercise question number 4, page number 135. The triangle shown below is equilateral. ഒരു സമഭുജ ത്രികോണത്തിന്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ബേസിന്റെ ലെങ്ത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വലാറ്ററൽ ആണ്, സമഭുജമാണ്. സോ ഓയിൽ നിന്ന് ഈ തേർഡ് വേർട്ടക്സിലേക്കുള്ള ലെങ്ത്തും ഈ പോയിന്റിൽ നിന്ന് തേർഡ് വേർട്ടക്സിലേക്കുള്ള ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? 4 യൂണിറ്റ്സ് തന്നെയായിരിക്കും. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വേർട്ടിസസ്. ഈ ത്രികോണത്തിന്റെ മൂലകളുടെ എല്ലാം സൂചക സംഖ്യകൾ എഴുതുക. സോ നമുക്ക് ആദ്യം ഈ ഫിഗറിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് O ആണ്. ഈ പോയിന്റിന് A എന്ന് കൊടുക്കാം, ഈ പോയിന്റിന് B എന്ന് പേര് കൊടുക്കാം. ഓക്കെ, സോ ഓയിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. എന്താണ്? 0, 0. ഒറിജിന്റെ ആധാര ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0, 0 ആണ്. ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് A? ഈ A എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. സോ അതിന്റെ y കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് എന്താ? ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണ്? 4 യൂണിറ്റ് ആണ്. സോ നമുക്കിവിടെ 40 എന്ന് വരും. സോ ഓയിന്റെ കോർഡിനേറ്റ്സും കിട്ടി, എന്റെ കോർഡിനേറ്റ്സും കിട്ടി. ഇനി നമുക്ക് ബിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കിയിട്ട് മാറ്റണം. ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ബേസിന്റെ മിഡ് പോയിന്റിലേക്കാണ് പോകുക. ഓക്കെ, സോ അത് ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ഇത് 2 വരും, ഇത് 2 വരും. ഓക്കെ, സോ ഈ നടുവിലത്തെ പോയിന്റ് 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഭാഗത്തുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം വേറെ വരയ്ക്കുകയാണ്. ഇത് O, ഇത് നടുവിലത്തെ പോയിന്റ്. ഇപ്പൊ അവിടെ മാർക്ക് ചെയ്തിട്ടില്ല ഒന്നും, നമുക്ക് സി എന്ന് തൽക്കാലം കൊടുക്കാം. ഇത് ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ,
ഓയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത് എത്രയായിരിക്കും? ഇത് ഇത്രയും 4 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ ഇത് 2 ആണ്. ഓക്കെ, നമുക്ക് കാണേണ്ടത് സി ബിയുടെ ലെങ്ത് കാണും. ഇത് എത്രയാന്ന് കണ്ടാൽ മാത്രമാണ് നമുക്ക് ഇവിടെയുള്ള പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് y കോർഡിനേറ്റ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന്. എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിളും എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. നമ്മൾ ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നത്. സോയിൽ വരുന്ന ആംഗിൾ 60 ആണ്. നമുക്ക് കാണേണ്ടത് ഈ സൈഡാണ്. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. 60യുടെ അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടാൻ ആണ് അല്ലെ. ടാൻ 60 എന്ന് പറയുന്നത് BC/2 ആണ്. ടാൻ 60യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? കാണാണ്ട് പഠിക്കണം. 30, 60, 90 വരുന്ന ആംഗിൾ എടുത്തും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി കാണാണ്ട് പഠിക്കാത്തവര് 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. ടാൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ √3/1 വരുമ്പോൾ √3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു BC/2 വരും. അങ്ങനെയാണെങ്കിൽ BCയുടെ ലെങ്ത് എന്ത് വരും? 2√3 എന്ന് വരും. അതായത് ഈ ലെങ്ത് 2√3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും എന്ത് തന്നെയാണ്? 2√3 ആണ്. സോ ഈ പോയിന്റ് ഏത് വരും? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഈ പോയിന്റ് y ആക്സിസിലാണ്. സോ 0,2√3 എന്ന് വരും. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? ഇത് x ആക്സിസിലാണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് 2,0 എന്ന് വരും. ഇവിടം വരെയുള്ള ദൂരം 2 ആണ്. ഈ പോയിന്റ് x ആക്സിസിലായതുകൊണ്ട് y കോർഡിനേറ്റ് 0. ഇനി നമുക്ക് ബിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറ്റും. ബിന്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെ എഴുതാം? ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ താഴേക്ക് വരച്ചാൽ എവിടെയാണോ x ആക്സിസിൽ മുട്ടുന്നത് ആ പോയിന്റ് അതെത്രയാണ്? 2 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഈ ലൈൻ y ആക്സിസിന് പാരലാണ്. ഇപ്പൊ എക്സ് കോർഡിനേറ്റ് എഴുതുമ്പോൾ നേരെ താഴേക്കാണ് നമ്മൾ നോക്കുക. അപ്പൊ 2 ആണ്. സോ 2. y കോർഡിനേറ്റ് എഴുതുമ്പോൾ ഒന്നുകിൽ ഇടതുവശത്തേക്ക് നോക്കും അല്ലെങ്കിൽ വലതുവശത്തേക്ക് നോക്കും. ഇടതുവശത്തിലേക്ക് നോക്കിയാൽ 2√3. സോ ബിന്റെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും? 2,2√3 എന്ന് കിട്ടും. Therefore, coordinates of triangle OAB are O00, A40, B 2,2√3.